ഹായ്. ഇന്ന് ഒരുപാട് സന്തോഷം, ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള ദിവസമാണ്. ഇന്ന് മോങ്കുട്ടൻ്റെ എക്സാം കഴിഞ്ഞ് ലാസ്റ്റ് ഡേ ആയിരുന്നു ഇന്ന്, ബയോളജി എക്സാം. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ സ്കൂളിൽ കൂടെ പോകാറുണ്ടായിരുന്നു. ഇന്ന് ഞാൻ സ്കൂളിൽ പോയിട്ട് എക്സാം കഴിഞ്ഞ് ഇറങ്ങി വരുന്നിടം വരെ ഞാൻ ഭയങ്കര എന്ത് ഫീലിംഗാണെന്ന് എനിക്ക് അറിഞ്ഞില്ല. കാരണം ഇത്ര പെട്ടെന്ന് മോങ്കുട്ടൻ വലുതായെന്ന് പറയുമ്പോൾ അയ്യോ വേണ്ടായിരുന്നു, ഇപ്പം കുറച്ച് ചെറുതായിട്ട് വന്നാൽ മതിയായിരുന്നു. LKG UKG പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഡൽഹിയിലായിരുന്നു. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് ഒരു എക്സാമൊക്കെ ഉണ്ട്. ആ എക്സാമിന് എൻട്രൻസിൻ്റെ അവിടെ നിന്നൊരു A4 ഷീറ്റ് ഒരു പെന്നും കൊടുത്തു. ഞാൻ നോക്കുമ്പോൾ ആ A4 ഷീറ്റിൻ്റെ അത്രയും നീളമേ ഉള്ളെന്ന് എനിക്ക് തോന്നി. അത്രയും അങ്ങനെ പോയ ആ ഒരു മോൻ തിരിച്ച് ഇതുവഴി 10ാം ക്ലാസ്സിൽ ഇറങ്ങി വരുന്ന അതൊക്കെ ഓർത്തു. പിന്നെ ഇന്ന് വരെ എനിക്കൊരു സ്കൂളിൽ നിന്ന് മോങ്കുട്ടൻ്റെ ഒരു കംപ്ലൈൻറ്റ് ഇന്ന് വരെ എനിക്ക് വന്നിട്ടില്ല. ടച്ച് വുഡ്. പിന്നെ പഠിത്തത്തിൻ്റെ കാര്യത്തിലും ദൈവമേ നന്ദി, ഇന്ന് വരെ ഒരു കംപ്ലൈൻറ്റ് ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ ട്യൂഷൻ ഇല്ലാതെ 8ാം ക്ലാസ് വരെ ഞാനാണ് പഠിപ്പിച്ചത്. അപ്പം ചെറിയ ക്ലാസ്സിലൊക്കെ 1ലും 2ലൊക്കെ പഠിക്കുമ്പോൾ ഡൽഹിയിലായിരുന്നുകൊണ്ട് അവിടെ ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം എന്നോട് പറയും മമ്മി പഠിപ്പിച്ചാൽ മതി. അപ്പം എനിക്ക് ഡ്യൂട്ടിയിൽ പോകണം, ജോലിക്ക് പോകേണ്ട ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് വീട്ടിൽ ആൾ വന്ന് മോങ്കുട്ടനെ പഠിപ്പിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളുടെ ചില പ്രശ്നങ്ങൾ അതൊക്കെ കാരണം ഞങ്ങൾ തിരിച്ച് ഡൽഹിയിൽ നിന്ന് നാട്ടിൽ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട്. ഇവിടുത്തെ കുട്ടികളുമായിട്ടൊന്ന് ചെറുതായിട്ട് മിങ്കിളാകാൻ ഭാഷയുടെ പ്രശ്നങ്ങൾ, മോൻ പറയുന്നത് അവർക്ക് ഭാഷയുടെ പ്രശ്നം മനസ്സിലാവും, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്നാലും എല്ലാ ടീച്ചേഴ്സും ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിന്നു. അങ്ങനെ ഒരു മകനെ പോലെ നോക്കാനൊരു പ്രിൻസിപ്പൾ, അങ്ങനെയൊക്കെ ഒരു ഭാഗ്യം ദൈവം ഞങ്ങൾക്ക് തന്നു. 8ാം ക്ലാസ് വരെ ഞാനാണ് പിന്നെ പഠിപ്പിച്ചത്. 9ാം ക്ലാസ് ആയപ്പോൾ ഞാൻ ഓർത്ത് തന്നെ ഒന്ന് പഠിച്ചു നോക്കാം, ഇനി ഫുള്ള് മുമ്പോട്ട് പോകുമ്പം തന്നെ ഹോസ്റ്റൽ അതുപോലെ പ്രൊഫഷണൽ കോഴ്സ് എങ്ങനെ പഠിക്കാനൊക്കെ പോയി തന്നെ പഠിക്കണമല്ലോ എന്നോർത്ത് ഞാനൊന്ന് 9ാം ക്ലാസ് തന്നെ പഠിക്കട്ടെ എന്നോർത്തു. ടീച്ചേഴ്സിനോടും പറഞ്ഞപ്പോൾ അവരും പറഞ്ഞു കുഴപ്പമില്ല, ഫസ്റ്റ് ടൈം നോക്കാം എങ്ങനെയാണ്. ഫസ്റ്റ് ടൈമിൽ കുറച്ച് മാർക്ക് കുറഞ്ഞു, എന്നാലും കുഴപ്പമില്ല. സെക്കൻഡ് ടൈമൊക്കെ ആയപ്പോൾ പിക്കപ്പായി, ഓക്കെ ആയി. 10ാം ക്ലാസ് ആയപ്പം എല്ലാവരും പറഞ്ഞു, പള്ളിയിൽ നിന്ന് എല്ലാവരും പറഞ്ഞു ട്യൂഷന് വിടണം. അപ്പം ഞാൻ ഓർത്തു ട്യൂഷന് ടീച്ചേഴ്സ് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, വീട്ടിൽ വന്നതൊന്ന് നോക്കിയാൽ വല്ല പിന്നെ ട്യൂഷന് പോയിട്ട് അവിടുത്തെയും പഠിക്കണം, 10ാം ക്ലാസ്സാണ് ഇവിടെയും പഠിക്കണം, റെസ്റ്റ് കാണത്തില്ല. അങ്ങനെ ഞാൻ ട്യൂഷൻ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. തന്നെ പഠിത്തം അങ്ങനെ മുമ്പോട്ട് പോയി. ഏതായാലും എല്ലാവരുടെയും പ്രാർത്ഥനയും ഒക്കെ കൊണ്ട് പരീക്ഷയൊന്നും വലിയ കുഴപ്പമില്ലാതെ എഴുതാൻ പറ്റിയെന്നാണ് വിശ്വാസം. മോങ്കുട്ടൻ ഉറങ്ങുക, അതാണ് ഞാൻ നോക്കുന്നത്. മോങ്കുട്ടൻ ഇന്ന് എക്സാം കഴിഞ്ഞിട്ട് റിലാക്സ് ചെയ്തിട്ട് ഉറങ്ങുക. ഇപ്പോൾ 8:30 ആയതേ ഉള്ളൂ, എഴുന്നേറ്റില്ല. ഞങ്ങൾക്ക് സാധാരണ 5:30 മുതൽ ഞങ്ങൾ കിടന്നുറങ്ങാറുണ്ട്. ഞാനും പോയിട്ട് വന്ന് 5:30 കിടന്നുറങ്ങിയിട്ട് 7:30 8 ആകുമ്പോഴാണ് എഴുന്നേൽക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനൊന്ന് പുറത്തോട്ട് വീണ്ടും പോയപ്പോൾ
ഞങ്ങൾക്ക് കിടക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങി, മോട്ടർ ഉറങ്ങിയില്ല. ഇപ്പം മോട്ടർ ഉറങ്ങി, ഞാനിപ്പോൾ എഴുന്നേറ്റ്. അപ്പം മോങ്കുട്ടനോടാണ് നന്ദി പറയാനുള്ളത്. നമ്മളങ്ങനെ മകനോടെങ്ങനെ നേരിട്ട് പോയി താങ്ക്സ് എന്ന് പറയുന്നത്, എന്നാലും ഞാൻ പറയാറുണ്ട്, എല്ലാത്തിനും താങ്ക്സ് പറയാറുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ താങ്ക്സ് പറഞ്ഞാൽ ശരിയാകത്തില്ല. കാരണം എൻ്റെ എല്ലാ അപ്പ് ആൻഡ് ഡൗണിലും, എൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ പ്രതിസന്ധികളിലും എന്നെ ബുദ്ധിമുട്ടിക്കാതെ മുമ്പോട്ട് ജീവിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഒരാളാണ് മോങ്കുട്ടൻ. പല സ്ഥലങ്ങളിലും ഞാൻ തളർന്നു വീഴുമ്പോഴും അവിടുന്ന് എഴുന്നേൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് മോങ്കുട്ടൻ. അങ്ങനെ ഒരുപാട്, പിന്നെ ഓരോരോ വിജയങ്ങൾ ഇനിയും ചെയ്യണം എന്ന് നമുക്ക്, കാരണം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് വിജയിച്ച് മോങ്കുട്ടൻ്റെ മുമ്പിൽ വന്ന് പറയുമ്പോൾ, അയ്യോ എൻ്റെ മമ്മി ഇങ്ങനെ ചെയ്തോ, അങ്ങനെ അത് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. മോങ്കുട്ടൻ ഞാൻ എൻ്റെ വിജയങ്ങളിൽ മോങ്കുട്ടൻ സന്തോഷിക്കുന്നത് എനിക്ക് വേറെ ആരെക്കാളിലും മോങ്കുട്ടൻ്റെ സന്തോഷം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഒന്ന് കഴിഞ്ഞ് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് മോങ്കുട്ടനാണ്. ഇന്ന് ഞാനിവിടെ പ്രൗഡായിട്ടിരിക്കുന്നെങ്കിൽ പിന്നെ മോങ്കുട്ടന് വലിയൊരു വിശ്വാസം എന്നിലുണ്ട്. മോങ്കുട്ടന് എന്ത് പ്രശ്നം വന്നാലും അത് സോൾവ് ചെയ്യാൻ മമ്മിയെ കൊണ്ടേ കഴിയൂ, അല്ലെ മമ്മിക്ക് അറിയൂ അത്. അല്ലെങ്കിൽ മോങ്കുട്ടന് എന്ത്, സ്കൂളിലാകട്ടെ പുറത്താകട്ടെ അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ എന്ത് പ്രശ്നം മനസ്സിനെ വിഷമിപ്പിക്കുന്ന എന്താണെങ്കിലും, എന്ത് പ്രശ്നം വന്നാലും അത് എന്ത് പ്രശ്നം എന്നോട് തുറന്നു പറയാൻ ഉള്ളൊരു ഇതുണ്ട്. പിന്നെ ഈ ഭൂമിക്കുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം, മോങ്കുട്ടനുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എൻ്റെ കയ്യിലുണ്ട് എന്നൊരു വിശ്വാസം മോങ്കുട്ടന് അതുണ്ട്. ഇപ്പോഴൊക്കെ പിള്ളേരോട്, ക്ലാസ്സിലെ പിള്ളേരോടൊക്കെ ഇങ്ങനെ പറയും, എൻ്റെ മമ്മിയോട് പറ അത് നടത്തി തരും, അല്ലെ എൻ്റെ മമ്മിയോട് പറ അത് ചെയ്തു തരും, അങ്ങനെ ഒക്കെ പറയും. അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡാണ്. ഈ സമയത്ത് ദൈവത്തോട് നന്ദി പറയുന്നു, ഇങ്ങനൊരു മകനെ തന്നതിന്. ഈ പ്രൗഡ് മൊമെൻറ്റിൽ, അതായത് പരീക്ഷയെല്ലാം എഴുതി റിസൾട്ടിന് വെയിറ്റ് ചെയ്യുകയാണെങ്കിലും എല്ലാത്തിനും ദൈവത്തോട്, എൻ്റെ ജീവിതത്തിൽ നടന്ന ഓരോ സംഭവത്തിനും, വിഷമിപ്പിക്കുന്നതായിക്കോട്ടെ, ഒരു പക്ഷേ ആ വിഷമങ്ങളൊക്കെ അതിജീവിച്ച് ഇവിടെ വന്നതിൻ്റെ ഒരു അഭിമാനം ഇപ്പം എനിക്കുണ്ട്. കാരണം എൻ്റെ മോനെ ഇന്ന് പരീക്ഷ എഴുതിച്ചുകൊണ്ട് തിരിച്ച് വരുന്ന ആ ഒരു മൊമെൻറ്റിൽ അത് ഞാൻ ഒരുപാട് എൻ്റെ മനസ്സിലത് ഒരുപാട് അനുഭവിച്ച ഒരു വ്യക്തിയാണ്. ചിലരൊക്കെ ചോദിക്കും, അമ്മയും മോനെയും കണ്ടാൽ ആങ്ങളെയും പെങ്ങളും പോലെ ഉണ്ടല്ലോ, അല്ലെ മമ്മിയെ കണ്ടാൽ. അപ്പം മോങ്കുട്ടന് ഭയങ്കര സന്തോഷം. അപ്പോൾ അവരോട് പറയും, മമ്മി അവരോട് പറ ഞാനാ മമ്മിയെ ഇങ്ങനെ ആക്കിയതെന്ന്. അങ്ങനെയൊക്കെ എൻ്റെ എല്ലാ വിഷമങ്ങളിലും എല്ലാ പ്രതിസന്ധികളിലും
എന്താ പറഞ്ഞ എല്ലാ ജീവിതത്തിലെ എൻ്റെ എല്ലാ സംഭവങ്ങളിലും ഞാനും മോങ്കുട്ടനുമായി ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും പേരായിട്ട് ഞങ്ങളുടെ ലൈഫിൽ ചുരുങ്ങിയ ആ സമയത്ത് അപ്പോൾ ആ സമയം എല്ലാ പ്രശ്നങ്ങളിലും എൻ്റെ കൂടെ എൻ്റെ കട്ടയ്ക്ക് എൻ്റെ കൂടെ നിന്നാണ് എൻ്റെ മോങ്കുട്ടൻ. അപ്പം ഇന്ന് വരെ എൻ്റെ ഒരു ബാക്ക് ബോണാണ് മോങ്കുട്ടൻ. അത്രയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആരും ഉണ്ടെന്ന്, കാരണം 15 വയസ്സേ ഉള്ളൂ എങ്കിലും മമ്മി വിഷമിക്കണ്ട, അല്ലെങ്കിൽ മമ്മിയെ കൊണ്ട് ഇത് പറ്റി, അങ്ങനെ ഏത് സിറ്റുവേഷനാണോ ആ സിറ്റുവേഷൻ അനുസരിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന ആ ഒരു മോങ്കുട്ടനാണ്. പിന്നെ എനിക്ക് ഒരുപാട് നന്ദി മോങ്കുട്ടനോട് പറയാനുണ്ട്, ഒരുപാട് നന്ദി. അതിനേക്കാളുപരി എൻ്റെ ജീവിതം ഫുള്ള് മോങ്കുട്ടന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുക. മോങ്കുട്ടൻ്റെ വളർച്ച കാരണം മോങ്കുട്ടൻ്റെ, അതേപോലെ എൻ്റെ ലൈഫ് ഫുള്ള് ഞാൻ എൻ്റെ മോങ്കുട്ടന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തേക്കാം. ഒരു ബുദ്ധിമുട്ട് പോലും ബുദ്ധിമുട്ടുണ്ട്. അതിപ്പം ഞാൻ വിഷമിക്കുമ്പോൾ മോങ്കുട്ടൻ വിഷമിക്കും, നമ്മുടെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ എല്ലാവരും വിഷമിക്കും. പക്ഷെ ആ വിഷമിച്ചിരിക്കാതെ മമ്മി എഴുന്നേൽക്കും, നമുക്ക് അങ്ങനെയൊക്കെയാ, സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞ് അത് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് അതൊക്കെ ദൈവം തന്ന ഒരു ദാനമാണ്. ദൈവത്തോട് അതിനെല്ലാം നന്ദി പറയുന്നു. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മോങ്കുട്ടൻ്റെ എക്സാമാണ് കഴിഞ്ഞു, ഇനിയിപ്പം റിസൾട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. എന്ത് തന്നെയാലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോഴാണ് ഞങ്ങൾ വീഡിയോസൊക്കെ ഇടാൻ ഇങ്ങനെ, അതിനകത്ത് കണ്ടൻറ്റ് ഒന്നുമില്ല, ചുമ്മാ ഇങ്ങനെ, എന്നാലും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.